യുദ്ധത്തിന്റെയും പ്രകൃതി ദുരന്തത്തിന്റെയും കുടിയേറ്റ നയങ്ങളുടെയും അപ്രതീക്ഷിത തിരോധാനങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയും സാങ്കേതിക വിപ്ലവത്തിന്റെയും അതിതീവ്രമായ ലോകമാണ് നമുക്ക് മുന്നിലുള്ളത്. ലോകമെമ്പാടുമുള്ള കുടിയേറ്റ സമൂഹത്തെ ആശങ്കയിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ച പുതിയ നിലപാടുകളും US ഇമിഗ്രേഷൻ നയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കടന്നിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദത്തിന്റെ പോസിറ്റീവ് എനർജി ഉൾക്കൊണ്ട് റെലോസ് കരാറിന് റഷ്യൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നു. ഒരു പതിറ്റാണ്ടിന് ശേഷവും ഉത്തരം കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരൂഹത MH370 വിമാനത്തിന്റെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കുമ്പോൾ ഉണരുന്ന അപ്രതീക്ഷിത പ്രതീക്ഷകൾ പരിശോധിക്കാം വിശദമായി. വെൽക്കം ടു ലോക. മരവിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൊമാലിയൻ കുടിയേറ്റക്കാർക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ആരെയൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത്? പരിശോധിക്കാം. ദേശീയ സുരക്ഷാ ഭീഷണി മുൻനിർത്തിയാണ് ട്രംപ് ഭരണകൂടം ഇങ്ങനെയൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. വിസ, ഗ്രീൻ കാർഡ്, സിറ്റിസൺഷിപ്പ് എന്നിവയ്ക്കുള്ള നടപടികൾ ഉൾപ്പെടെ എല്ലാത്തരം കുടിയേറ്റ അപേക്ഷകളും താൽക്കാലികമായി ഹോൾഡ് ചെയ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. വൈറ്റ് ഹൌസിന് സമീപം നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ ഒരു അഫ്ഗാൻ പൗരൻ പ്രതിയാണെന്ന് കണ്ടെത്തിയ സംഭവമാണ് ഇങ്ങനെയുള്ള ഒരു പെട്ടെന്നുള്ള ഈ നടപടിക്ക് കാരണം. രാജ്യത്തെ നിയമപരമായ കുടിയേറ്റ സംവിധാനം സമ്പൂർണ്ണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ, വെനസ്വേല, ഹെയ്തി, ക്യൂബ തുടങ്ങി ഹൈ റിസ്ക് രാജ്യങ്ങളായി ഭരണകൂടം തരം തിരിച്ച രാഷ്ട്രങ്ങൾ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇനി ഒരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അമേരിക്കയിലേക്ക് പുതിയ വിസയോ നിലവിൽ അമേരിക്കയിലുള്ളവർക്ക് പെർമനന്റ് റെസിഡൻസി അഥവാ ഗ്രീൻ കാർഡോ ലഭിക്കില്ല എന്നതാണ് കാര്യം. ട്രംപ് ഭരണകൂടത്തിന്റെ ഉത്തരവ് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് USCIS മുഖേനയുള്ള ഗ്രീൻ കാർഡ് I-485 നടപടികളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ തീർപ്പാക്കുന്നതുവരെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസ് അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിക്കുമെന്നാണ് USCIS അധികൃതർ വ്യക്തമാക്കിയത്. ഇതിന്റെ ഫലമായി പൗരത്വത്തിനായുള്ള ഓത്ത് സെറമണികൾ ഉൾപ്പെടെയുള്ള പല സുപ്രധാന ചടങ്ങുകളും രാജ്യത്തുടനീളം റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 2021 ജനുവരി മുതൽ 2025 ഫെബ്രുവരി വരെ ബൈഡൻ ഭരണകാലത്ത് അമേരിക്കയിൽ പ്രവേശിച്ച എല്ലാ അഭയാർത്ഥികളുടെയും ഗ്രീൻ കാർഡ് അപേക്ഷകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തിലധികം അഭയാർത്ഥികളെയാണ് ഈ പുതിയ പോളിസി ചേഞ്ച് നേരിട്ട് തന്നെ ബാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ രാജ്യത്തെത്തിയ ഈ അഭയാർത്ഥികൾ ഇനി ഫുള്ളായിട്ടുള്ള ഇന്റർവ്യൂ നേരിടേണ്ടി വരും. കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയെ സഹായിച്ചവർക്കുള്ള പ്രത്യേക കുടിയേറ്റ വീസകൾ പോലും താൽക്കാലികമായി നിർത്തിവെച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇതിലെല്ലാത്തിലും ഉപരി നിർണായകമായ ഡിസിഷൻ എന്നത് രാജ്യം ഏതുമായിക്കോട്ടെ എല്ലാ അഫർമേറ്റീവ് അസൈലം, അതായത് അഫർമേറ്റീവ് അഭയം തേടൽ അപേക്ഷകളും USCIS നിർത്തിവെച്ചു എന്നതാണ്. ഈ ഭരണപരമായ ഉത്തരവിനേക്കാൾ വലിയ കോൺട്രവേഴ്സിക്ക് കാരണമായത് പ്രസിഡന്റ് ട്രംപിന്റെ ചില പരാമർശങ്ങളാണ്. സൊമാലിയൻ കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചത്. സൊമാലിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാർ നമ്മുടെ രാജ്യത്തിന് അവർ ഒരു കോൺട്രിബ്യൂഷനും നൽകുന്നില്ല എന്നും അവരെ നമുക്ക് ആവശ്യമില്ല എന്നും ട്രംപ് തുറന്നടിച്ചു. മിനസോട്ടയിലെ സൊമാലിയൻ സമൂഹത്തെയും സൊമാലിയൻ വംശജയായ US കോൺഗ്രസ് അംഗം ഇൽഹാൻ ഒമറിനെയും അദ്ദേഹം പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തു. ഈ പരാമർശങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസിന് വഴിവെച്ചിരിക്കുകയാണ്. മുൻപൊരിക്കലും ഇല്ലാത്ത വിധം കടുത്ത ഭാഷ തന്നെയാണ് ട്രംപ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് പിന്നാലെ മിനസോട്ടയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന സൊമാലിയൻ കുടിയേറ്റക്കാർക്കെതിരെ ടാർഗറ്റഡ് എൻഫോഴ്സ്മെന്റ് ഓപ്പറേഷൻ ICE നടത്താൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ മിനസോട്ടയിലെ സൊമാലിയൻ സമൂഹത്തിൽ 95% പേരും US പൗരന്മാരാണെന്നിരിക്കെ ഇങ്ങനെയൊരു നീക്കം ഇത് കമ്മ്യൂണിറ്റി പ്രൊഫൈലിംഗിന് കാരണമാകുമെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഈ നയങ്ങൾ നിയമപരമായ കുടിയേറ്റ വഴികൾ അടയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗ്ലോബൽ മൂവ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ നീക്കങ്ങൾക്കെതിരെ ഉടൻ തന്നെ നിയമപരമായ ചലഞ്ചുകൾ കോടതികളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ പുതിയ നിയമങ്ങൾ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. പൗരത്വത്തിനായി കാത്തിരുന്ന പലരുടെയും ഇന്റർവ്യൂകളും മറ്റ് പ്രൊസീജിയറുകളും ഒക്കെ ഇതിനോടകം റദ്ദാക്കിയിരിക്കുകയാണ്. വിമർശനങ്ങൾ ശക്തമാകുമ്പോഴും കുടിയേറ്റ നയം കടുപ്പിക്കാനുള്ള തീരുമാനവുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയുടെ ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഭരണകൂടം നൽകിയ എല്ലാ ആനുകൂല്യങ്ങളും റദ്ദാക്കേണ്ടി വരുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ അതിർത്തികളിലെ സെക്യൂരിറ്റി കടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.
അമേരിക്കൻ പൗരന്മാർ അല്ലാത്തവർക്ക് ലഭിക്കുന്ന എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കാനുള്ള ശ്രമങ്ങളും ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളായി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം ഒരു ബയർ സെല്ലർ എന്നതിലുപരി വിശ്വസ്തതയുടെയും തന്ത്രപരമായ കൂട്ടായ്മയുടെയും അടിത്തറയിലാണ് നിലകൊള്ളുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ട്രഡീഷണൽ ബോണ്ടിംഗ് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭയായ സ്റ്റേറ്റ് ഡ്യൂമ അംഗീകരിച്ച ഒരു ലാൻഡ്മാർക്ക് ഡീലിലൂടെ പുതിയൊരു മാനത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതാണ് റെലോസ് കരാർ. ആഗോളതലത്തിൽ പവർ ബ്ലോക്കുകൾ രൂപീകരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾക്കും അതുപോലെ ആർട്ടിക് മേഖലയിലെ റഷ്യൻ സ്വാധീനത്തിനും ബൂസ്റ്റ് നൽകുന്ന ഈ ഒരു കരാർ എങ്ങനെയാണ് ഇരു രാജ്യങ്ങൾക്കും അൾട്ടിമേറ്റ് വിൻ വിൻ സാഹചര്യം ഒരുക്കുന്നത്? ഈ പോളിസി ഷിഫ്റ്റിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് സപ്പോർട്ട് റെലോസ് അഥവാ പരസ്പര ലോജിസ്റ്റിക്സ് സപ്പോർട്ട് കൈമാറ്റം എന്ന ഈ ഒരു കരാർ ഇരു രാജ്യങ്ങളിലെയും സൈനികർക്കും യുദ്ധ കപ്പലുകൾക്കും സൈനിക വിമാനങ്ങൾക്കും പരസ്പരം രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളും തുറമുഖങ്ങളും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നതാണ്. ഇതൊരു ക്രൂഷ്യൽ മൂവാണ് എന്ന് വേണം പറയാൻ. കാരണം ലോജിസ്റ്റിക്സ് പിന്തുണയിൽ വരുന്ന ഈ മാറ്റം സൈനിക നീക്കങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കും. അതുപോലെ ഇന്ധനം, വിശ്രമം, ടെക്നിക്കൽ സപ്പോർട്ട്, മെയിൻ്റനൻസ്, സംയുക്ത ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്ക് സഹായകരമാകും. ചുരുക്കത്തിൽ ഇരു സേനകളുടെയും ഓപ്പറേഷണൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും ഫ്ലെക്സിബിലിറ്റി ഉറപ്പാക്കാനും ഈ ഒരു കരാർ സഹായിക്കും. ഇനി ഇന്ത്യക്ക് ഇത് എങ്ങനെയാണ് ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ കരാർ തുറന്നു നൽകുന്നത് ആഗോള താൽപ്പര്യങ്ങളിലേക്കുള്ള പുതിയ വഴിയാണ്. ഏറ്റവും പ്രധാനമായി ആർട്ടിക് മേഖലയിലേക്ക്. ആർട്ടിക് മേഖലയിലെ എൻട്രി തന്നെയാണ് ഇതിൽ പ്രധാനം. ആർട്ടിക് മേഖലയിൽ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങളും നാവിക തുറമുഖങ്ങളും ഉപയോഗിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കും. റഷ്യയുടെ തന്ത്രപ്രധാനമായ മിലിറ്ററി ബേസുകളിലേക്കുള്ള പ്രവേശനം ഇന്ത്യൻ നാവികസേനയുടെ റീച്ച് വർദ്ധിപ്പിക്കുന്നു. ഇത് ഇൻഡോ പസഫിക്കിൽ ഇന്ത്യക്ക് ക്ലിയർ കട്ടായ മേൽക്കൈയും നൽകും. അതുപോലെ ദൂരയാത്രകളിൽ കപ്പലുകൾക്ക് വേഗത്തിൽ തന്നെ ലോജിസ്റ്റിക് പിന്തുണ ലഭിക്കുന്നത് ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാനും സഹായിക്കും. ഒപ്പം റഷ്യൻ നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് ഉറപ്പാക്കാനും ഈ കരാർ വഴി സാധിക്കുന്നു. അടുത്ത ചോദ്യം, റഷ്യയ്ക്ക് ഇത് എങ്ങനെ ഒരു പവർ പ്ലേ ആകുന്നു എന്നതാണ്. റെലോസ് കരാർ റഷ്യയ്ക്കും തുല്യമായ ആഗോള പ്രാധാന്യം നൽകുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലും വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിലും റഷ്യയ്ക്ക് തങ്ങളുടെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒപ്പം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് ശൃംഖല റഷ്യയ്ക്ക് വലിയ ആശ്വാസമാണ്. കൂടാതെ ദീർഘകാലമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഈ കരാർ വഴി റഷ്യയ്ക്ക് സാധിക്കുന്നു. ഇത് ആഗോളതലത്തിൽ റഷ്യയുടെ ഡിപ്ലോമാറ്റിക് സ്റ്റാൻസിനെ ബലപ്പെടുത്തും. റെലോസ് കരാർ കേവലം സൈനിക പിന്തുണയുടെ കൈമാറ്റം മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ആഗോളതലത്തിൽ തങ്ങളുടെ സ്ട്രാറ്റജിക് പ്രൊജക്ഷൻ വിപുലീകരിക്കാൻ ഇന്ത്യക്കും GPS അതായത് ഗ്ലോബൽ പവർ സ്റ്റാറ്റസ് നിലനിർത്താൻ റഷ്യയ്ക്കും ഈ കരാർ ഒരുപോലെ ബെനിഫിഷ്യൽ ആണ് എന്ന് ചുരുക്കം. ഈ ചരിത്രപരമായ നേട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയും റഷ്യയും തങ്ങളുടെ സ്വാധീനം എത്രത്തോളം വർദ്ധിപ്പിക്കുമെന്നത് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരൂഹത മലേഷ്യൻ എയർലൈൻസ് MH370 വിമാനം. 2014 239 യാത്രക്കാരുമായി കാണാതായ ആ ബോയിംഗ് 777 വിമാനത്തിന്റെ അപ്രതീക്ഷിതമാകൽ ഒരു പതിറ്റാണ്ടിന് ശേഷവും ചോദ്യചിഹ്നമായി തുടരുകയായിരുന്നു. എന്നാൽ ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ ഒരു അപ്രതീക്ഷിത നീക്കം നടക്കുകയാണ്. ഈ മാസം അവസാനം വീണ്ടും തിരച്ചിൽ ആരംഭിക്കാനുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള യാത്രക്കാരുടെ കുടുംബങ്ങളിൽ പുതിയൊരു പ്രതീക്ഷ നൽകിയിരിക്കുന്നു. മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് ചൈനയിലെ ബെയ്ജിംഗിലേക്കുള്ള യാത്രാ മധ്യയാണ് MH370 വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത്. വിമാനം സ്കെഡ്യൂൾ ചെയ്ത പാതയിൽ നിന്ന് മാറി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കൻ ഭാഗത്തേക്ക് സഞ്ചരിച്ചതായി ഇൻമാർസാറ്റ് സാറ്റലൈറ്റ് ഡേറ്റ വിശകലനം ചെയ്ത ഹാൻഡ് ഷേക്കുകൾ ഉപയോഗിച്ചാണ് വിമാനം അവസാനമായി പറന്ന റൂട്ട് നിർണയിച്ചത്. വർഷങ്ങൾ നീണ്ട തിരച്ചിലുകൾക്കും അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായത്തോടെയുള്ള അന്വേഷണങ്ങൾക്കും വിമാനത്തിന്റെ അവശിഷ്ടങ്ങളോ തിരോധാനത്തിന്റെ കൃത്യമായ കാരണങ്ങളോ കണ്ടെത്താനായില്ല. ലോകം കൈയൊഴിഞ്ഞ ആ ഒരു കേസ് വീണ്ടും സജീവമാകുന്നത് പുതിയ സാങ്കേതിക വിദ്യകളിലും അതുപോലെ ഡേറ്റ വിശകലനങ്ങളിലുമുള്ള വർദ്ധിച്ച വിശ്വാസം കൊണ്ടാണ്. തിരോധാനത്തിന് പിന്നിലെ സിദ്ധാന്തങ്ങൾ പലതാണ്. സംഭവം ലോകമെമ്പാടും നിരവധി അവിശ്വസനീയമായ സിദ്ധാന്തങ്ങൾക്ക് വഴിവെച്ചിരുന്നു. പൈലറ്റ് ആത്മഹത്യ ചെയ്തെന്നും വിമാനം റാഞ്ചിയെന്നും മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടായി വിമാനം തകർന്നു വീണെന്നുമൊക്കെയുള്ള വാദങ്ങൾ ഉയർന്നു.
എന്നാൽ വിമാനം റഡാറുകളിൽ നിന്ന് മാറിയതിനു ശേഷം അതിന്റെ സഞ്ചാരപാത കൃത്യമായി കണക്കുകൂട്ടാൻ സാധിച്ചത് ഈ സിദ്ധാന്തങ്ങളിൽ ചിലതിനെ അപ്രസക്തമാക്കി. ഡിസംബർ 30-ന് ആഴക്കടലിലെ തിരച്ചിൽ ആരംഭിക്കാനാണ് മലേഷ്യൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തിരച്ചിൽ നടത്തിയ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ സമുദ്രത്തിനുള്ളിലെ ഡീപ്പായിട്ടുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇത്തവണത്തെ അന്വേഷണം. ഓഷ്യൻ ഇൻഫിനിറ്റി പോലുള്ള അത്യാധുനിക ടെക്നോളജി ഉപയോഗിക്കുന്ന കപ്പലുകൾ ഉൾപ്പെടുന്ന പ്രൈവറ്റ് കമ്പനികളുടെ സഹായം തേടാനാണ് മലേഷ്യൻ ഭരണകൂടം ആലോചിക്കുന്നത്. ഇനി കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ്. ഒരു പതിറ്റാണ്ടായിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറ്റിയുള്ള യാതൊരു വിവരവും അറിയാതെ കഴിയുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ പുതിയ തിരച്ചിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. നീതി ലഭിക്കുന്നതിനും സത്യം പുറത്തു വരുന്നതിനും വേണ്ടി അവർ നടത്തിയ അനന്തമായ പോരാട്ടമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന ശക്തി. 2025 പുറത്തിറങ്ങിയ ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടിൽ വിമാനം കാണാതായതിന് പിന്നാലെ ലഭ്യമായ സാറ്റലൈറ്റ് ഡേറ്റ കൂടുതൽ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ വിമാനം തകർന്നു വീണ സ്ഥലത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയിലെത്താൻ സാധിക്കുമെന്ന നിർണായകമായ കണ്ടെത്തലുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ ATSB ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ കൃത്യതയോടെയുള്ള മോഡലിംഗ് വഴി വിമാനം അവസാനമായി തിരിഞ്ഞ റൂട്ടിന്റെ കൃത്യമായ ആംഗിൾ നിർണ്ണയിക്കാൻ സാധിച്ചു. ഈ റിപ്പോർട്ടാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങാൻ പ്രധാന കാരണം. തിരച്ചിൽ നടത്തുന്ന പ്രൈവറ്റ് കമ്പനിക്ക് വിമാനം കണ്ടെത്തിയാൽ മാത്രം വമ്പിച്ച പ്രതിഫലം നൽകുന്ന രീതിയിലാണ് മലേഷ്യൻ സർക്കാർ കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ നോ ഫൈൻഡ് നോ ഫീ മോഡൽ തിരച്ചിലിന്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വിമാനം കണ്ടെത്താനുള്ള ആഗോള സമ്മർദ്ദത്തിന്റെ പ്രതിഫലനമാണ് ഈ സാമ്പത്തിക കരാർ. വിമാനത്തിനായുള്ള പുതിയ തിരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുക്കാൻ സാങ്കേതിക മികവുള്ള ആഗോള കമ്പനികൾ താൽപര്യം പ്രകടിപ്പിച്ചതായും സാമ്പത്തിക സഹായം നൽകാൻ അന്താരാഷ്ട്ര വ്യോമയാന ഏജൻസികൾ സന്നദ്ധത അറിയിച്ചതായും മലേഷ്യൻ ട്രാൻസ്പോർട്ട് മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഈ തിരച്ചിൽ വിജയകരമാവുകയാണെങ്കിൽ MH370 വിമാനത്തിന്റെ ദുരൂഹതയ്ക്ക് ശാശ്വതമായൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷമായി ദുരൂഹതയുടെ ഇരുട്ടിൽ ഉഴലുന്ന 239 യാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് നീതിയും ആശ്വാസവും നൽകാൻ ഇതിലൂടെ സാധിക്കും. ഇത് കേവലം ഒരു ഫ്ലൈറ്റ് റെക്കോർഡർ കണ്ടെത്തൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന മിസ്റ്ററിക്ക് ഒരു ഫൈനൽ റെസൊല്യൂഷൻ നൽകുന്ന ചരിത്രപരമായ ഒരു നിമിഷമായിരിക്കും. വിമാനം എവിടെ തകർന്നു വീണു എന്നതിനേക്കാൾ എന്തുകൊണ്ട് തകർന്നു എന്ന ചോദ്യത്തിനാണ് ലോകം ഉത്തരം തേടുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവിയിലെ വ്യോമയാന സേഫ്റ്റി പ്രോട്ടോകോൾസ് ശക്തിപ്പെടുത്താനും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള ഗ്യാരണ്ടി നൽകാൻ സഹായിക്കും. MH370 വിമാനം കണ്ടെത്തിയാൽ അത് ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന ഒരു വിജയമാണ്. നഷ്ടപ്പെട്ട പ്രതീക്ഷകൾക്ക് ഒരു ഉത്തരം നൽകാൻ സാധിക്കുമെന്ന ആശ്വാസത്തിലാണ് ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. യുദ്ധത്തിന്റെ തീരാത്ത കനലാണെങ്കിലും തകർന്ന കെട്ടിടങ്ങൾക്കും ബോംബ് ഷെല്ലുകൾക്കും ഇടയിലും ഗാസയിൽ നിന്ന് മുഴങ്ങിയത് വിവാഹ മംഗളാശംസകളാണ്. പലസ്തീനിയൻ സംസ്കാരത്തിന്റെ പ്രധാന ഭാഗമായിരുന്ന കൂട്ടവിവാഹങ്ങൾ, മാസ് വെഡ്ഡിങ്സ്, ഒരു ദുർബലമായ സീസ് ഫയറിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആരംഭിച്ചത് അതിജീവനത്തിന്റെ വിജയമായി ലോകം നോക്കിക്കാണുകയാണ്. 54 ദമ്പതികളാണ് ഒരുമിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നത്. പ്രണയം ഇവിടെ അതിജീവനത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായി മാറി. അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ബോണ്ടിംഗ് ഏറ്റവും ശക്തമായി പ്രകടമാകുന്നത് ദുരിതകാലങ്ങളിലാണ്. അടുത്തിടെ ഭീകരമായ വെള്ളപ്പൊക്കത്തെ നേരിട്ട ശ്രീലങ്കയ്ക്ക് സഹായഹസ്തം നീട്ടിയ രാജ്യങ്ങളിൽ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഇപ്പോൾ ഒരു വലിയ ഇന്റർനാഷണൽ കോൺട്രവേഴ്സിക്ക് വഴി തുറന്നിരിക്കുകയാണ്. പരിശോധിക്കാം വിശദാംശങ്ങൾ. സൈക്ലോൺ ദിത്വയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത്യധികം വേദനിപ്പിക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ് ശ്രീലങ്കയിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്.
അയൽരാജ്യമായ പാകിസ്ഥാൻ അയച്ച ദുരിതാശ്വാസ വസ്തുക്കളിൽ, പ്രത്യേകിച്ച് ഭക്ഷ്യവസ്തുക്കളിലും മരുന്നുകളിലും വലിയൊരു ഭാഗം എക്സ്പയർഡ് ആണ് എന്നും അല്ലെങ്കിൽ എക്സ്പയർഡ് ആകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവയാണ് എന്നും ശ്രീലങ്കൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഈ ആരോപണങ്ങൾ ഒരു വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ ആരോപണങ്ങളുടെ ജെനുവിനിറ്റി എന്താണ്? പരിശോധിക്കാം. ശ്രീലങ്കൻ ഡിഫൻസ് മിനിസ്ട്രിയിലെയും സിവിൽ സപ്ലൈസ് വിഭാഗത്തിലെയും ചില ഒഫീഷ്യൽസ് ആണ് ഈ അതീവ ഗുരുതരമായ ആരോപണം ആദ്യം ഉന്നയിച്ചത്. പാകിസ്ഥാൻ അയച്ച ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുകൾ, മറ്റ് അത്യാവശ്യ സാധനങ്ങൾ എന്നിവയുടെ വലിയൊരു കൺസൈൻമെന്റ് പരിശോധിച്ചപ്പോൾ അവയുടെ ഉപയോഗ കാലാവധി നേരത്തെ അവസാനിച്ചതായി കണ്ടെത്തി എന്നാണ് റിപ്പോർട്ട്. ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ദുരിതബാധിതരുടെ ആരോഗ്യത്തിന് ദോഷകരമാകുമെന്ന ആശങ്കയെ തുടർന്ന് സാധനങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയൊരു വലിയ ദുരന്ത സമയത്ത് തന്നെ നൽകിയ അല്ലെങ്കിൽ ലഭിച്ചൊരു സഹായം തന്നെ വിഷമമായേക്കാമെന്ന അവസ്ഥ ശ്രീലങ്കൻ ജനതയിൽ കടുത്ത ആശങ്കയ്ക്ക് വഴിയൊരുക്കി. സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ നീക്കം സഹായത്തിന്റെ മറവിലെ ഡിസ്റെസ്പെക്ട് ആണെന്നും നയതന്ത്രപരമായ മര്യാദക്കേടാണെന്നും ശ്രീലങ്കൻ ഒപ്പോസിഷൻ പാർട്ടികൾ ആഞ്ഞടിച്ചു. ഈ വിഷയം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു ഡിപ്ലോമാറ്റിക് ക്രൈസിസായി വളരുമെന്ന ഘട്ടമെത്തിയപ്പോൾ ശ്രീലങ്കൻ സർക്കാർ വിഷയത്തിൽ ക്ലിയർ കട്ടായ സ്റ്റാൻഡ് എടുക്കാൻ നിർബന്ധിതരായി. ശ്രീലങ്കൻ ഹെൽത്ത് മിനിസ്ട്രി ഉടൻ തന്നെ സംഭവത്തിൽ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും മരുന്നുകളുടെയും ബാച്ച് നമ്പറുകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അവർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണങ്ങൾ പൂർത്തിയായപ്പോൾ ആരോപണങ്ങൾ വാസ്തവമാണെന്ന് ശ്രീലങ്കൻ അധികൃതർ സ്ഥിരീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അതായത് ചില ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യാൻ കഴിയാത്തത്ര പഴക്കം ചെന്നതായിരുന്നു എന്ന് സാരം. എന്തായാലും വിവാദം രൂക്ഷമായതോടെ പാകിസ്ഥാൻ വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ ഫോറിൻ മിനിസ്ട്രി വിശദീകരണവുമായി രംഗത്തെത്തി. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്നില്ല. എന്നാൽ അവർ ഇതിനെ ഒരു സിസ്റ്റമാറ്റിക് എറർ ആയിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ ഭാഗത്തു നിന്നും അശ്രദ്ധമായൊരു തെറ്റ് സംഭവിച്ചിരിക്കാമെന്നും ഇത് യാദൃശ്ചികമാണ് എന്നും മനഃപൂർവ്വമല്ല എന്നും പാകിസ്ഥാൻ അറിയിച്ചു. ഉയർന്ന നിലവാരമുള്ള പുതിയ സാധനങ്ങൾ അടങ്ങിയ മറ്റൊരു കൺസൈൻമെന്റ് അടിയന്തരമായി തന്നെ ശ്രീലങ്കയിലേക്ക് അയക്കാമെന്നും പാകിസ്ഥാൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, കാലഹരണപ്പെട്ട സാധനങ്ങൾ അയച്ചതിൽ പാകിസ്ഥാൻ അതീവ ദുഃഖവും രേഖപ്പെടുത്തുകയും ശ്രീലങ്കയുടെ ദുരിതത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നതായി ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ചരിത്രപരമായ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. ഈ വിവാദം ഇപ്പോൾ ഈ ഒരു ബന്ധത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്കും അപ്പുറം മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഈ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഒരു പാഠമാണ്. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹായം ട്രാൻസ്പെറന്റ് ആയിരിക്കേണ്ടതിന്റെയും അതുപോലെ ക്വാളിറ്റി ചെക്കുകൾ നിർബന്ധമായും നടത്തേണ്ടതിന്റെയും അനിവാര്യത ഈ വിവാദം ശക്തമായി അടിവരയിടുന്ന ഒന്നാണ്. ദുരിതാശ്വാസ സഹായം എന്നത് കേവലം ഒരു ട്രാൻസാക്ഷൻ അല്ല, മറിച്ച് അത് രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസത്തിന്റെ പ്രതീകമാണ്. ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ സംഭവത്തെ എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ലോക മനസാക്ഷിയെ എന്നും വേട്ടയാടുന്ന പലസ്തീൻ ഇസ്രായേൽ സംഘർഷ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു ഹോപ്പ് സ്റ്റോറി, പ്രതീക്ഷയുടെ കഥയാണിനി. യുദ്ധക്കെടുതിയിൽ തകർന്ന ഗാസ മുനമ്പിൽ പ്രണയത്തിനും അതിജീവനത്തിനും വേണ്ടി നിരവധി ദമ്പതികൾ ഒരുമിച്ച ഒരു മാസ് വെഡ്ഡിംഗ് ചടങ്ങ്. ഇതൊരു താൽക്കാലിക ആശ്വാസമാണോ അതോ ദുരിതത്തിനിടയിലെ പോസിറ്റീവ് വൈബാണോ? എങ്കിലും റിയാലിറ്റി എന്നത് യുദ്ധം അവിടെ ഇപ്പോഴും തുടരുന്നു എന്നത് തന്നെയാണ്. ഗാസ മുനമ്പിലെ തകർന്ന കെട്ടിടങ്ങൾക്കും നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്കുമിടയിൽ പ്രതീക്ഷയുടെ ഒരു ചെറിയ വെളിച്ചമായി 54 ദമ്പതികൾ ഒരുമിച്ച് വിവാഹിതരായത് ലോകശ്രദ്ധ ആകർഷിച്ചു. ചാരിറ്റി ഓർഗനൈസേഷനായ കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മൾട്ടി കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ് ഈ ലൈഫ് ടൈം ഇവന്റിന് സാമ്പത്തിക സഹായം നൽകിയത്. സ്വപ്നങ്ങളും ഭാവിയും നഷ്ടപ്പെട്ട യുവതലമുറയ്ക്ക് തങ്ങളുടെ ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള ഒരു കിക്ക് സ്റ്റാർട്ടാണ് ഈ ഡൊണേഷനുകൾ. വിവാഹിതരായ പലരുടെയും കുടുംബങ്ങൾ യുദ്ധത്തിൽ ദുരിതം അനുഭവിച്ചവരാണ്. പലസ്തീനിയൻ ജനതയുടെ ദൃഢനിശ്ചയത്തെയാണ് ഈ ചടങ്ങ് അടയാളപ്പെടുത്തുന്നത്. ബോംബിങ്ങിന്റെയും ഷെല്ലിങ്ങിന്റെയും ഭീകരത മറന്ന് താൽക്കാലികമായി ലഭിച്ച ഈ സന്തോഷം ഗസയിലെ ജനതയുടെ അതിജീവന ശേഷിയെ അടയാളപ്പെടുത്തുന്നു. വിവാഹിതരായ പലരുടെയും കുടുംബങ്ങൾ യുദ്ധത്തിൽ ചിന്നിച്ചിതറിയതാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന മറന്ന് അവർ ഒരു പുതിയ ഭാവിക്കായി കൈകോർക്കുകയാണ്. ഈ സന്തോഷ വാർത്തകൾക്കിടയിലും ഗസയിലെ യഥാർത്ഥ സിറ്റുവേഷൻ വളരെ ആശങ്കാജനകമാണ്. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല.
ദിവസവും ആക്രമണങ്ങളും കൗണ്ടർ ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം ഗാസയിൽ 20-ലധികം മിസൈൽ അറ്റാക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും തങ്ങളുടെ വീടുകളിലേക്ക് തിരികെ പോകാൻ സാധിച്ചിട്ടില്ല. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും മരുന്നുകളുടെയും കടുത്ത ക്ഷാമം ഗാസയെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലേക്ക് നയിച്ചിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിലെ ആശുപത്രികൾ മിക്കതും നാശത്തിന്റെ വക്കിലാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പോഷകാഹാരക്കുറവ്, മറ്റ് രോഗങ്ങളും കാരണം കഷ്ടപ്പെടുന്നുണ്ട്. അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോജിസ്റ്റിക്സ് ചലഞ്ചുകൾ കാരണം അത് പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇസ്രായേൽ സൈന്യം ഗാസയുടെ തെക്കൻ ഭാഗത്തും ഇപ്പോഴും ഓപ്പറേഷനുകൾ തുടരുകയാണ്. ഹമാസിന്റെ ബങ്കറുകളും ടണലുകളും ലക്ഷ്യമിട്ടുള്ള സെർച്ച് ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. സീസ് ഫയറിനെ കുറിച്ചുള്ള സമാധാന ചർച്ചകൾ പലതവണ നടന്നുവെങ്കിലും ഒരു കംപ്ലീറ്റ് ഡീലിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗാസയിലെ ഈ മാസ് വെഡിങ് ദുരിതത്തിനിടയിലും ജീവിതം ആഘോഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ സ്പിരിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിലും യുദ്ധത്തിന്റെ കറുത്ത നിഴൽ അവിടെ മായാതെ നിൽക്കുന്നു. വെറും താൽക്കാലിക വെടിനിർത്തലുകൾക്കപ്പുറം സ്ഥിരമായ സൊല്യൂഷനുകൾക്കും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെ സുഗമമായ പ്രവാഹത്തിലേക്കും ലോകശ്രദ്ധ തിരിയണം. ഒരു ശാശ്വത സമാധാനമാകുന്നതുവരെ ലോകത്തിന്റെ കണ്ണുകൾ ഗാസയിലേക്ക് തുറന്നിരിക്കണമെന്ന് ചുരുക്കം. ഗൾഫ് മേഖലയിലെ ഏറ്റവും ഡൈനാമിക് ആയ രാജ്യമായ UAE-യിൽ നിന്ന് ഇന്നത്തെ ചില ശ്രദ്ധേയമായ വിശേഷങ്ങൾ കൂടി നോക്കാം. ആദ്യമായി 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന സുപ്രധാന നികുതി പരിഷ്കാരങ്ങളാണ് UAE പ്രഖ്യാപിച്ചിരിക്കുന്നത്. നികുതി റീഫണ്ടുകൾക്കും തിരുത്തലുകൾക്കും 5 വർഷത്തെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലിമിറ്റേഷൻ ഏർപ്പെടുത്തിയത് ബിസിനസ് സെക്ടറിൽ വലിയ ഉറപ്പ് നൽകും. ഫെഡറൽ ടാക്സ് അതോറിറ്റി FTA-യുടെ നിയമപരമായ പവേഴ്സ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ട്രാൻസ്പെറൻസി ഉറപ്പാക്കാനും നികുതി തർക്കങ്ങൾ വേഗത്തിൽ സോൾവ് ചെയ്യാനും ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നു. 54ാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ UAE-യുടെ ഇക്കണോമി വളർച്ചയുടെ പുതിയ ഉയരങ്ങളിലാണ്. ഈ വർഷം ആദ്യ പകുതിയിൽ റിയൽ GDP 4.2%, നോൺ ഓയിൽ GDP 5.7% വളർച്ച നേടി. എണ്ണ ഇതര വരുമാനം GDP-യിൽ 77% വർദ്ധിച്ചത് സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിൽ രാജ്യം കൈവരിച്ച വിജയമാണ്. ഈ കാലയളവിൽ 2.2 ലക്ഷത്തിലധികം പുതിയ കമ്പനികൾ UAE-യിൽ രജിസ്റ്റർ ചെയ്തു. നോളജ് ഇക്കണോമിക്ക് കരുത്തേകാനായി UAE ഗവേഷണ വികസനത്തിന് വമ്പൻ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ചു. 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ കോർപ്പറേറ്റ് ടാക്സ് നിയമപ്രകാരം അർഹതയുള്ള R&D ചെലവുകൾക്ക് 30% മുതൽ 50% വരെ ടാക്സ് ക്രെഡിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ ഇൻസെന്റീവ് വഴി ടെക്നോളജി ഇന്നൊവേഷൻ മേഖലകളിലെ വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് UAE-യുടെ സ്ട്രാറ്റജിക് മൂവ്. ദുബായ് ക്രീക്ക് ഹാർബറിലെ ഐക്കണിക് ദുബായ് ക്രീക്ക് ടവറിന്റെ നിർമ്മാണം പുതിയ ഡിസൈനോടെ പുനരാരംഭിച്ചു. സ്പാനിഷ് വാസ്തുശില്പിയായ സാന്റിയാഗോ കാലട്രാവ രൂപകൽപ്പന ചെയ്ത ഈ ടവർ റെസിഡൻഷ്യൽ, റീറ്റെയിൽ മേഖലകളുടെ കേന്ദ്ര ബിന്ദുവാകും. 2020-ൽ നിർത്തിവെച്ച പ്രോജക്ട് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്തേക്കുള്ള വളർച്ചയ്ക്ക് കിക്ക് സ്റ്റാർട്ട് നൽകും. ഇത് ദുബായിയുടെ ടൂറിസം, റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് പുതിയ ഉണർവ് നൽകും. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ദുബായിയെ ലോകത്തിലെ ഏറ്റവും മികച്ച ബൈക്ക് ഫ്രണ്ട്ലി നഗരമാക്കാൻ ദുബായ് സൈക്കിൾ സിറ്റി ലക്ഷ്യമിടുന്നു. ദ ലൂപ്പ് എന്ന് പേരിട്ടിട്ടുള്ള 93 കിലോമീറ്റർ നീളമുള്ള ക്ലൈമറ്റ് കൺട്രോൾഡ് സൈക്ലിംഗ് ഹൈവേ ഇതിൽ പ്രധാനമാണ്. ഇത് സസ്റ്റൈനബിൾ മൊബിലിറ്റിയും അതുപോലെ പൊതുജനാരോഗ്യവും പ്രോത്സാഹിപ്പിക്കാൻ തന്ത്രപരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് പ്രോജക്റ്റാണ്. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഭാവിയിലേക്കുള്ള പ്ലാനിംഗ് ചെയ്യുന്നതിൽ UAE എപ്പോഴും മുന്നിലാണ്. സാമ്പത്തിക പരിഷ്കരണങ്ങളായാലും ഗ്രീൻ ടെക്നോളജി ആയാലും അതുപോലെ മെഗാ പ്രൊജക്ട്സ് ആയാലും UAE-യുടെ വികസന അജണ്ട വളരെ വ്യക്തമായിരുന്നു. യുദ്ധവും നയതന്ത്രവും മനുഷ്യത്വവും ഇടകലരുന്ന ലോകമാണിത്. ഒരറ്റത്ത് ട്രംപ് ഭരണകൂടം 19 രാജ്യങ്ങളിലെ കുടിയേറ്റം ഫ്രീസ് ചെയ്യുമ്പോൾ മറുവശത്ത് റെലോസ് കരാർ പോലുള്ള സ്ട്രാറ്റജിക് ഡീലുകൾ രാജ്യങ്ങളെ അടുപ്പിക്കുന്നുണ്ട്. ശ്രീലങ്കയ്ക്ക് ലഭിച്ച എക്സ്പയർഡ് ഗുഡ്സിന്റെ വിവാദം മാനുഷിക സഹായത്തിന്റെ വിശ്വാസ്യതയെ തകർത്തെങ്കിലും യുദ്ധം തകർത്ത ഗാസയിൽ പ്രണയത്തിന്റെ അതിജീവനമാണ് ലോകം കണ്ടത്. 10 വർഷങ്ങൾക്കിപ്പുറവും ഉത്തരം കിട്ടാത്ത MH370 വിമാനത്തിനായുള്ള തിരച്ചിൽ വീണ്ടും ആരംഭിക്കുന്നത് സത്യം കണ്ടെത്താനുള്ള മനുഷ്യന്റെ, ഉത്തരം കണ്ടെത്താനുള്ള ലോകത്തിന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ എല്ലാം വ്യക്തമാക്കുന്നത് ലോകം തീർച്ചയായും ട്രാൻസിഷന്റെ ഘട്ടത്തിലാണ് എന്നാണ്. വിശ്വാസ്യതയും സമാധാനവുമാണ് ഈ മാറ്റങ്ങൾ